റിവ്യൂ റേഷനിലെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ബബ്ബ സിനിമയുടെ ഇന്റർവൽ ഫൈറ്റ് സീൻ റിയാക്ട് ചെയ്യണം. എനിക്ക് ആ സിനിമയിൽ ആകപ്പാട് ഇഷ്ടപ്പെട്ട സീൻ ഇന്റർവൽ സീനും പിന്നെ മോഹൻലാലിന്റെ ഇന്റർവ്യൂ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ പടത്തിൽ. ബാക്കി പടം ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഞാൻ റിവ്യൂ ഓൾറെഡി ഞാൻ ചെയ്തിരുന്നു പടത്തിന്റെ. അപ്പോ അതിന്റെ ഇന്റർവൽ ഫൈറ്റ് സീൻ നമ്മൾ കണ്ട് റിയാക്ട് ചെയ്യാൻ പോകണം. അതിൽ കുറച്ച് പാട്ടും സീനൊക്കെ വരുമ്പോൾ തിയേറ്റർ പൂരപ്പരമ്പായിരുന്നു സമയം. ഞാൻ ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടത്. അപ്പോ ആ സീൻ നമ്മൾ ഒന്നുകൂടി റിയാക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കണ്ട്. പിന്നെ സിനിമയിലെ പറ്റുകയാണെങ്കിൽ ലാലേട്ടന്റെ ഇന്റർവ്യൂ കൂടി നമുക്ക് റിയാക്ട് ചെയ്തിടാം. പടത്തിൽ പിന്നെ വേറെ കാര്യമായിട്ടുള്ള ഒന്നുമില്ല. പടത്തിൽ വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ കുറെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ബോറാക്കി കളഞ്ഞു പടത്തില്. അപ്പോ എന്തായാലും നമുക്ക് ഇന്റർവ്യൂ ഫേസിന് കാണാം. അപ്പൊ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തൊട്ടാണ് കാണാനുള്ളത്. ഓക്കെ ഓക്കെ ഇതെന്താ തെലുങ്ക് സിനിമ? എന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്ന് ഷോ ഇറക്കി മാസം കാണിച്ചിട്ട് പോകാം. ഇവിടെ വെച്ചാണ് പോലീസുകാരനും അവന്റെ കൂട്ടുകാരനെന്ന് പറയുന്നത്. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റൻ ഇടും. ഓ ബിലീസിനൊക്കെ ഭയങ്കര ലംബോട്ടോ, രക്ഷയില്ല. എന്താ പൊന്നെ ചഞ്ചല്. 30 വണ്ടി പോലീസാണ് അവന്റെ പിന്നാലെ പോയിരിക്കുന്നത്. സാറേ, എന്നാലും അത് മോശമായി പോയി. ഒന്നുമല്ലേ സാറിന്റെ പോലീസുകാരുടെ കുടുംബത്തെ കുറിച്ച് ആലോചിക്കാൻ. എടാ ഞാനും വന്നതാ. എടാ എന്റെ ഡയലോഗിന്റെ പഞ്ച് അല്പം കുറഞ്ഞു പോയി. കറക്റ്റ് വീട് ആണല്ലേ? ചിരിക്കണ ചിരിക്ക്. അവന്റെ അടപ്പിളക്കാനായിട്ട് എന്റെ ഫോഴ്സിനോടൊപ്പം അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്കർ ആണ് പോയിരിക്കുന്നത്. അഷ്കർ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്കറിനും ഞങ്ങളുടെ അണ്ണനും നിങ്ങളാരും ഇതുവരെ അറിയാത്ത ഒരു ക്രിഞ്ച് ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു. நண்பா, உனக்கு யாரும் இல்லைன்னு நினைச்சு நீ கவலைப்படாதடா. உனக்காக நான் இருப்பேன் கடைசி வரைக்கும். ഞങ്ങൾ അണ്ണൻ ആഗ്രഹിച്ച പോലെ ഒരു 30 വണ്ടി ചേസ് അണ്ണന്റെ ഫ്രണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഒരുത്തിനും തിരിഞ്ഞു നോക്കാത്തതിന്റെ വേദന നന്നായി അനുഭവിച്ചറിഞ്ഞ അണ്ണന് തന്നെ തേടിയെത്തിയ പോലീസ് പടയെ കണ്ടപ്പോ കണ്ണിൽ വല്ലാത്തൊരു തിളക്കം വന്നു. ദൂരം പോലീസുകാരാ എന്റെ പുറകെ. ഇത് ഞാൻ കലക്കും. പാൻ ഇന്ത്യൻ പടങ്ങളിൽ കണ്ട് കൈയടിച്ച ആ യന്ത്രം ഞങ്ങളുടെ അണ്ണനും ഉണ്ടായിരുന്നടാ. പടത്തിന്റെ ഓരോരോ പടങ്ങളുടെ ഫുൾ റെഫറൻസ് പടത്തില്. யோ போலீஸ், அவசரப்படாம பொறுமையா இருங்க. சில் சில் சில். உங்ககிட்ட இருக்கிற கன்னு எதுவுமே சுடாது. ஏன் சார்? ஏன்னா அதுல குண்டு இல்ல. சுட்டு பாரு. உண்டு இல்ல சார். நான் தான் சொன்னேன்ல. இப்போ ட்விஸ்ட் என்னன்னா, நான் இவரோட ஆளு. நண்பன்டா. இதை விட பெரிய ட்விஸ்ட் என்னன்னா, இவர் இப்போ உங்க எல்லாரும் சுட போறாங்க. ப்ரோ. எஸ் ப்ரோ. மிஸ் ஆகாத ஹிட் அடிச்சோம். இந்த வாட்டி മിസ് ആവാതെ மிஸ்ஸே ஆகாது. மேரி கிறிஸ்மஸ் அண்ட் ஹாப்பி நியூ இயர். Yes.
എന്താ ത്രില്ലല്ലേ? താങ്ക്സ് ടു ചൈന വാണം. നെക്സ്റ്റ് ടോർപിഡോ. തീപ്പൊരി പമ്പരത്തിന്റെ പ്രയോഗത്തോടെ എല്ലാം കഴിഞ്ഞെന്ന് ഓ യാ. റിയാസ് ഏത് മൂഡ്? ഒള്ളി മൂഡ്. യെസ്. This song is for you all. ടാർപിഡോ, വാട്ട് ഈസ് ദിസ്? എന്തിനാടാ ഇങ്ങനെ? അണ്ണന്റെ അടിക്ക് പിന്നെ ഏത് പാട്ടാടാനാ? ചുമ്മാ തൂക്കി അടിയണ്ണ. ലെറ്റ്സ് പാർട്ടി. ഇവിടെ ഒന്നുകൂടി സെറ്റപ്പ് ഒക്കെ പറഞ്ഞ അടിപൊളി കൊറേ ബോറ് സീനുകളെ കൊണ്ട് കുത്തി കയറ്റി. എന്തായത്? എന്റെ പൊന്ന്, ആ പാട്ട് മാത്രം കാണാൻ നല്ല രസമുണ്ടായിരുന്നു തിയേറ്ററിൽ. എന്റെ പൊന്നടാ. എല്ലാം ഭ്രാന്തന്മാർ. എന്റെ ബ്ലാക്ക് ഷർട്ട്. നോബിൾ കോളിംഗ്. എന്താടാ നോബിൾ മോനെ? എന്താടാ എടാ, ട്വിസ്റ്റിന് ശേഷം ഞാനും അഷ്കറും കൂടി നിന്റെ പോലീസിനെ ഇടിച്ച് പരിപ്പെടുത്തുന്നുണ്ട്. നിനക്ക് ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോടാ? നീ എന്നെ പോലീസിനെ വിട്ട് അടുപ്പിക്കുമല്ലടാ. കേട്ടോ, നീ ഇനി മഷിയിട്ട് നോക്കിയാ പോലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നെ മാത്രമല്ല, നിന്റെ മ്ലേച്ഛനായ അച്ഛനെയും. തുറിച്ചു നോക്കി ശ്വാസം പിടിച്ച് സീരിയസ് ആയിട്ട് അഭിനയിച്ച് ഓവറാക്കാത്ത ഡയലോഗ് എന്തെങ്കിലും പറയടാ. സകലമാന നാഷണൽ ലെവൽ അക്കാഡമി തോറും കേറി ഇറങ്ങി
ട്രെയിനിങ്ങിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ സ്കിൽസ്, എന്റെ ഇന്റലിജൻസ്, എന്റെ എക്സ്പീരിയൻസ്, ഇതൊക്കെ വെച്ച് ഞാൻ നിന്നെ കണ്ടുപിടിക്കും. ഞാൻ നിന്റെ അടുത്ത് വരും. ഞാൻ നിന്നെ കൊല്ലും. I will hunt you down, you piece of shit! അരഹണ്ടി I will hunt you down! അയ്യോ Humpty Dumpty sat on jingle നീ നിന്റെ ഈ പഴയ പരിപാടിയായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെ നിനക്ക് അറിയില്ല. സാറി ജോണറില് പുതിയതല്ലേ? പഴയതും പുതിയതുമായിട്ട് നമുക്കൊരു കൈ നോക്കിയാലോ സാറേ? സാറേ ഇനി നിനക്ക് വിഷമമില്ലെങ്കിൽ ഓക്കെ, അപ്പൊ നമ്മൾ അത്രേ കാണുന്നുള്ളൂ. അപ്പൊ എന്തായാലും പടം പോരാ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും പടം നമ്മൾ തിയേറ്ററിൽ ഓടിയില്ല. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച്, ട്രെയിലറൊക്കെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ട് പോയാണ്. ട്രെയിലറൊക്കെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസും കിട്ടിയിരുന്നു. അപ്പൊ കുറെ പ്രതീക്ഷിച്ച് പോയി കണ്ട ഒരു സിനിമയായിരുന്നു തോന്നുന്നു. പക്ഷെ എനിക്ക് ആ പ്രതീക്ഷയിൽ ഒന്നും പടം കിട്ടിയില്ല. എനിക്ക് എന്തൊക്കെയോ കഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ച് പടം പിടിച്ചു തീർത്തവരുണ്ടായിരുന്നു. ചില സീനുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലൊരു സീൻ തന്നെ ഇന്റർവെൽ സീൻ, അതിൽ ആ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം കണ്ടിരിക്കുന്നത് നല്ലത്. അതൊന്നുകൂടി കാണുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അത് കണ്ട് റിയാക്ട് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക, മാക്സിമം ലൈക്ക് അടിക്കുക. കാരണം നമ്മുടെ വീഡിയോക്ക് ലൈക്കൊന്നും വരുന്നില്ല, ഒന്നും വ്യൂസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ലൈക്കും കൂടി വന്നാൽ നമുക്ക് വീഡിയോ ഒന്നുകൂടി പുഷ് കിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ എല്ലാവർക്കും